Let's go. 3, 2, 1. പല ഗൈസ്, അപ്പം നമ്മളിന്ന് നല്ലൊരു സെറ്റ് പാർക്കിലാണ് വന്നത്. നമ്മുടെ ബോയ്സ് ടൗണിലെ അവിടെ അടുത്തായിട്ടുള്ളവരാണ്. അപ്പോൾ കുതിരനെല്ലാം കണ്ടു. റൈഡിലൊക്കെ പോകാൻ ഒരാൾക്ക് 100 രൂപയൊക്കെയാണ് അപ്പോൾ റേറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു പഴയ ഫോട്ടോസിൻ്റെ ഒരു ഇതിൽ പോയി. നമ്മൾ നല്ല പഴയ നല്ല ഫോട്ടോസിൻ്റെ ക്യാമറകൾ, നല്ല ക്യാമറ ഉണ്ട്. ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക്. കണ്ട ഗൈസ്, പണ്ടത്തെ ക്യാമറ കേട്ടോ, നല്ല സെറ്റ് ക്യാമറയാണ്. പിന്നെ ചെറിയ കുഞ്ഞു ക്യാമറ, അതൊന്നും ഇപ്പോൾ അടുത്ത് ഉണ്ടാവില്ല. ഇതും ഉണ്ടാവില്ല അടുത്ത്. ഇതുണ്ടാവില്ല, എനിക്ക് ഉണ്ടാവില്ല തോന്നുന്നത് ഗൈസ്. ഇതൊന്നും ഉണ്ടാവില്ല. ഇത് ചിലവരുത്തുണ്ടാവും, ഇത് ചിലവരുത്തുണ്ടാവും. ഇത് വേറെ മോഡലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ക്ലോക്ക് പോലുള്ളൊരിതാണ്. ഇതൊക്കെ ഈ വെട്ടത്തിൻ്റെ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇതെന്തോ എൻ്റെ പോലെ ഈ ക്യാമറകളൊന്നും നമ്മൾ ഇതൊക്കെ ഉണ്ട് നമ്മളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നൊക്കെ. ഇത് ചിലവരയിലുണ്ടാവും. ഇതൊന്നും ആർക്കില്ല കേട്ടോ, ഇതൊന്നും ഇവിടുത്തെ ആർക്കുമില്ല. ആരടുത്തും ഇതൊന്നും ഇല്ല ഗൈസ്. ഇതൊന്നും എൻ്റെ പണ്ട് ആരടുത്തും ഇല്ല ഗൈസ്, ഈ ക്യാമറയൊന്നും നമുക്ക്. പിന്നെ നമ്മളെ ഈ ക്യാമറ ഒന്നും ആർക്കില്ല. എൻ്റെ പണി ഇത്രയും വലിയ ക്യാമറ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് ആരടുത്തും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ചില എടുത്ത് വെക്കുന്നവരുണ്ടാവും, പക്ഷെ നമ്മളടുത്തൊന്നും അങ്ങനത്തെ ഇല്ല. ഓ മൈ ഗോഡ്, ഇതെന്താ അത്ര വലുതാണ്ടോ? ഇത്ര ഒന്നും വേണ്ട ഗൈസ്, ഇത്ര വലിയ ക്യാമറ ഒന്നും ഇത്ര വലുതൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ പിന്നെ പുറത്തിറങ്ങി ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അവിടെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നവർ. ഇവിടെ സെറ്റായിട്ട് വൈബായിട്ട് ഇരിക്കുന്നത് സുഖമാണെന്നറിയാം. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇത് ഓരോ ഇങ്ങനത്തെ ഓരോ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വരും ഓരോ ഫോട്ടോസൊക്കെ ഉണ്ട്, പിക്ചറുകളൊക്കെ ഉണ്ട്. പിന്നെ ആകാശത്തൊട്ടിൽ, അങ്ങനെ തോണി, അങ്ങനെ കുറേ ഉണ്ട്. ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി. അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കുറച്ച് ഇതിലെല്ലാം കണ്ടു. പിന്നെ കുറച്ച് കണ്ട് പിന്നെ കുറച്ച് പാമ്പിനെല്ലാം കണ്ടു. പാമ്പ് ഉണ്ടോ മേളിൽ? ഫോട്ടോ പാമ്പാണേ. ഫോട്ടോ പാമ്പിനെ കണ്ടിട്ട് പിന്നെ നമ്മളൊന്നും അങ്ങനെ അത്ര ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും അത്ര ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഉള്ളിൽ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആവശ്യത്തിനുള്ളൊരു ഇതാണ്, നല്ല വിസിറ്റ് ചെയ്യാനായിട്ട് സ്ഥലമാണ്. റൂമെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അവിടെ നിന്നിട്ടൊന്നുമില്ല. അവിടെ അപ്പുറത്തെ കുറച്ച് രാവിലെ പോയിട്ട് പിന്നെ അപ്പുറത്തെ വൈകുന്നേരം വന്നു. ഇവർക്കതിൻ്റെ പേരൊക്കെ ഫസ്റ്റിൽ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വയ്യാത്ത കൈയും കാലമൊന്നും ഇല്ലാത്തവർക്ക് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിൻ്റെ തലയൊക്കെ പോലെ. പിന്നെ നമ്മളെ ഓരോ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു കുറേ. പിന്നെ അതായത് അവിടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാട്ടിൻ്റെ ഫോട്ടോ ലേശം എടുത്തു. കുറച്ച് മാട്ടിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് കൊടുത്തു. ഇതൊരു വീഡിയോ കേട്ടോ. ഒരു കപ്പൽ പോലെ എന്തൊരു ഇതുപോലെയാണ് അവിടെ ഉണ്ടാക്കിയത്. അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ നല്ല ചെറിയ പിള്ളേരൊക്കെ നല്ല ഫോട്ടോ എടുക്കണം, വലുതുപോലെ എടുക്കണം. നല്ല രസം നിന്നു. പിന്നെ നമ്മൾ ഒന്ന് മേളിലേക്ക് കയറി. അവിടെ മേലേക്ക് പോയപ്പോൾ അവിടെ സിംഹം കണ്ടു. ഇത് ഈ തോണി, പഴയ തോണിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പഴയ തോണി കണ്ടോ. അവിടെയൊക്കെ ഒരു പുലിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ആനയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഫോൺ ഷെയ്ക്കാന്ന് അറിയില്ല, സോറി. അതിൻ്റെ അടുത്ത് പോകാനാണ് അറിയാതെ ഷെയ്ക്കായി പോയതാട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നേരെ സിംഹം ആണോ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നൊരു പ്രതിമയാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് ശരിക്കും വരുമ്പോൾ ഒന്നൊരു ഇതാണ്, പേടിയാണ്. ചിലവർക്കുണ്ട് കേട്ടോ, എനിക്ക് ചെറുതായിട്ടൊന്നും ഇല്ല. ഞാൻ മാനെ കണ്ടു, സെറ്റ് മാനയാണ് കേട്ടോ. എന്താ മണി, എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നോട് കറക്റ്റ് തന്നെ നോക്കുന്നുണ്ട് എല്ലാവരും. കണ്ടോ കറക്റ്റ് നോക്കുന്നു, നോക്കട്ടെ എന്നെ കണ്ടോ, നോക്കുവാണ് ഗൈസ്. പിന്നെ ഞാനൊരു മറ്റേ ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറി. നല്ല രസം നിന്നു കണ്ടോ. ട്രീ ഹൗസിൻ്റെ മുകളിലപ്പോൾ ഞാൻ നിൽക്കുന്നത്, അവരൊക്കെ അടിയിലാണ് കണ്ടോ. ഈ സ്റ്റെപ്പ് വഴി ഞാൻ കയറി കേട്ടോ. ഞാനിപ്പോൾ അവരൊക്കെ താഴെയുണ്ട്, ഞാൻ ഇങ്ങനെ കണ്ടിട്ട്. പിന്നെ പുറത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ.
പിന്നെ അമ്മയും മാറ്റിയെല്ലാം കയറി വന്നു മുകളിലേക്ക്. അവരൊക്കെ കയറി വന്നിട്ട് പിന്നെ അമ്മ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ഫോട്ടോ എടുത്തു, അതിൻ്റെ താഴത്തെയാണ്. പിന്നെ ഞാൻ ഒരു ആനേനെ സെറ്റ് കാണിക്കാം. കറക്റ്റ് ആന എൻ്റെ പണി സെറ്റായിട്ടോ. കറക്റ്റ് ആനേനെ ഞാൻ എടുത്ത ആനേനെ പ്രതിമ മാറ്റിക്ക് നല്ല പേടിയുണ്ട്. ആനയുടെ അടുത്ത് പോയില്ല, ഇല്ല വീല്ല വീല്ല പറഞ്ഞു. ഇത് ഞാൻ കുറച്ച് നേരെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ അറിയാതായിപ്പോയതാ. പിന്നെ ഇത് ഞാൻ വെറുതെ ഒന്നും വരുന്നത് ഇത് കയറിയതാണ് ഗൈസ്. പിന്നെ അവിടെ സൈക്കിൾ പൊടിയുള്ള സൗകര്യം, പക്ഷെ ബ്രേക്കില്ലെന്നുള്ള കണ്ടോ, ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല. സൈക്കിളൊക്കെ നല്ല രസമുണ്ട്, എല്ലാവർക്കും ഓടിക്കാം. ഗേൾസിൻ്റെ സൈക്കിളുമാണ്, എന്നാലും നമുക്ക് പോയി ഓടിച്ചു എല്ലാവരും ഓടിക്കുന്നത് കണ്ടിരുന്നു. പിന്നെ മള്ളിൻ്റെ കൂട്ടി ഒരു റൈഡിലൊക്കെ കയറി. അവൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് റൈഡിലൊക്കെ ഞാൻ കയറി. റൈഡിൽ അവരെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾ പേടിച്ചിട്ടവൾ നല്ല പേടിയുണ്ട്. അവളൊക്കെ ഓരോക്കെ കയറുമ്പോൾ അത് പേടിച്ചിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കാൻ ചെറിയൊരു പേടിയുണ്ട് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, അതിൽ ഛർദ്ദിച്ചു പോയി. അമ്മ അങ്ങനെ കറക്കിയത് കാണിച്ചു തരാം, പറഞ്ഞുതരാം. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ആകാശത്തൊട്ടിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ആകാശത്തൊട്ടിൽ നമ്മൾ കയറിയതാ. പിന്നെ കയറിയിരുന്നു. ആകാശം ഞാൻ ടാറ്റയിരുന്നു. പിന്നെ ഞാനങ്ങനെ കുറച്ച് സ്പീഡായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്പീഡായി ഞാനങ്ങ് പേടിച്ചങ്ങ് പോയി. അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ടോപ്പിലൊക്കെ പോയി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമെല്ലാം തിന്നിട്ടുണ്ട്. അത് പിന്നെ കടയിലൊക്കെ ഉണ്ടാവും ഐസ്ക്രീമൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോയി നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ആകാശത്തൊട്ടിൽ കയറാൻ. പിന്നെ ഞാൻ പറഞ്ഞ സാധനം ഇതാ ഇപ്പം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാധനം ദൈവമേ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതിൽ ഞാൻ ഉണ്ടാണ്ട് കണ്ടോ, അതായത് ഇതിൽ ഞാനുണ്ട് ഗൈസ്. താത്താൻ്റെ പുറകിൽ അതാ പോകുന്നത്. നിങ്ങൾ കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളിതിൽ ഏത് ഷർട്ട്, നിങ്ങളിതിന് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയക്കും കേട്ടോ. നല്ല പേടി വന്നിട്ട് തല കറങ്ങി ഛർദ്ദിച്ചു. നമുക്ക് ഒരു ടോക്കൺ ഉണ്ട്, ഒരു ഇതിന്നു 3 നമുക്ക് 4 കയറാം. ഒന്നിൽ ഇതും, പിന്നെ ഒന്ന് ആകാശത്തൊട്ടിലും, പിന്നെ തോണി ഉണ്ടായിരുന്നു. അപ്പോൾ തോണിയിൽ ഇതിൽ കയറിയിട്ടാണ് തോണി കയറാൻ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും തോണി കയറിയില്ല. അപ്പം അമ്മയും അവരൊക്കെ കയറി. അമ്മയും പപ്പിയ മാൾട്ടൊന്നും കയറിയില്ല, അമ്മയൊക്കെ അവർ കയറി. നല്ല രസമായിരുന്നു. ലാസ്റ്റ് ഇത്ര ഇതുള്ളൂ, പക്ഷെ ലാസ്റ്റ് അവരെല്ലാവരും പറയുമ്പോൾ പേടങ്ങനെ കൂട്ടും. അതാണ് എൻ്റെ പേടി. കൂട്ടി വരുന്നുണ്ട്. ചെറുതായിട്ട് നിൽക്കുവാണ്, എന്തോ പറ്റിയിട്ട് അവർക്ക് തല കറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് നിർത്താണ്. സാരിയില്ല, പിന്നെയും കറക്കിക്കോളാൻ പറഞ്ഞിട്ടാണ് പിന്നെയും കറക്കാറുണ്ടോ അവർ. ഇതെനിക്ക് പേടിയായിട്ട് വയ്യ. ഈ വരുന്നതാണ് ഓറഞ്ചിൽ കണ്ടോ, അതാണ് ഞാൻ മെല്ലെ നിർത്തും. പക്ഷെ എന്നിട്ട് ഒറ്റ കറക്കണം കറക്കും. അതാണ് എനിക്ക് പേടി വരുന്നത്. നോക്കോ കണ്ടോ, മെല്ലെ പൊക്കും, പിന്നെ മെല്ലെ ഒരു കറകലം കറക്കും. എൻ്റെ പൊന്നേ, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഹോബിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മാൾട്ടീൻ്റെ ഫോട്ടോയിൽ കുറച്ച് കഴിഞ്ഞു, ഞാൻ കുറച്ച് കട്ടാക്കി വിട്ടു കേട്ടോ, സ്പീഡ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോയിലെടുത്തു, നല്ല രസമുണ്ട് ഫോട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു
തോടുകൾ കണ്ടു നല്ല രസമാണ്. പിന്നെ വേറെ സ്ഥലം ഉണ്ട് കേട്ടോ, പാറയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് പാറയൊക്കെ വെച്ചിട്ട് നല്ല വൈബായിരുന്നു. ഒന്നും പറയാനുള്ള സെറ്റ് വൈബ് കേട്ടോ. പാറയിൽ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ പോയിരിക്കാം. പിന്നെ ഞാൻ കുറച്ച് നേരം വരച്ചു ഇരുന്നിട്ട്, വേറെ പണിയൊന്നുമില്ല, കുറച്ച് ഇരുന്ന് വരച്ച് ഗൈസ്. ഇതോടെ വെറുതെ ഒരു പ്രതിമയാണ്, വരച്ചാണ്. നമുക്കൊരു വെറുതെ ഒരു ഇത് വരും, ആ വെറുതെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് പോട്ടിട്ടുണ്ട്. മാൾട്ടി എടുത്ത് കുറച്ച് നേരം വരയ്ക്കുന്നുണ്ട്. മാൾട്ടി നല്ല ആർട്ടിസ്റ്റ് അതുകൊണ്ടാണ് അവൾ വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് സൈക്കിളിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് മാൾട്ടി കുറച്ച് ഫോട്ടോസ് എടുത്തു. എൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ പിന്നെ ഇടാത്തിയാണ് കണ്ടു. ഞാൻ സൈഡിലിങ്ങനെ നിൽക്കുവാണ്, ഒന്നും പറയാതെ. അവരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ വിചാരിച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ചിരി നല്ല ചിരിയൊക്കെ ഉണ്ട്. ഫോട്ടോസ് എടുത്തു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ വെയിലാണ് സീന്. ഇതെടുക്കുമ്പോൾ കുറച്ച് വെയിലുണ്ട്. പിന്നെ നമ്മൾ മേളിൽ പോയി ഒരു ഗ്ലാസിൻ്റെ ഫ്രിഡ്ജിൻ്റെ അവിടെ പോയി, നല്ല രസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എത്ര 1 പോയിൻറ്റ് എത്ര ഒരു കെ എന്തൊരു കെ എത്ര കെ കിട്ടിയിട്ടുണ്ട്, എത്രയും അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ് കേട്ടോ. ഒരു ഇത് കിട്ടിയില്ല ഗൈസ്, മാൾട്ടിയൊക്കെ വലിഞ്ഞ് കയറുക. അങ്ങനെ മാൾട്ടിയിലൊക്കെ കയറി നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ആ ട്രെയിനിൽ പിന്നെ നമ്മൾ പോയി. ട്രെയിന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോവുകയൊക്കെ ചെയ്യും. ആ ഡ്രൈവർ എവിടെയോ പോയതാണ്, അതുകൊണ്ട് പോവാത്തെയാണ്. അല്ലെങ്കിൽ നല്ല സെറ്റായിട്ട് പോവും. ഇതെല്ലാം ചുറ്റിക്കറിയും കാണിച്ചു തരും, എല്ലാം ചുറ്റിക്കറിയും കാണിച്ചൊക്കെ തരും, നല്ല രസം. പിന്നെ നമ്മൾ തത്തേൻ്റെ ഉള്ളിൽ കയറി, അത് നല്ല രസമുണ്ടായിരുന്നു. തത്തേ വന്നിട്ട് നമുക്കൊരു തീറ്റ ഉണ്ടാവും, അതങ്ങ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ കൊത്തി കൊത്തി തിന്നും. അമ്മേൻ്റെ കയ്യിലൊക്കെ കുറേ വന്ന് ഇരുന്നു കണ്ട കേസ്, കുറേ വന്നിരുന്നു അമ്മേൻ്റെ കയ്യിൽ. എനിക്ക് പിന്നെ പേടിയാണ്, കയ്യിലങ്ങനെ ഒരു കൊത്ത് കിട്ടിയാൽ പേടിയായിരുന്നു. ഞാൻ പിടിച്ചില്ല. എൻ്റെ തീറ്റയും പപ്പേൻ്റെ തീറ്റയും എല്ലാം അമ്മയ്ക്ക് കൊടുത്തു. പപ്പ കൊടുത്തു കുറച്ച്, എനിക്ക് പേടിയായിരുന്നു. രസമുണ്ടോ, നല്ല രസമുണ്ട്. 2 കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഒരു കയ്യിൽ 2 പപ്പൻ്റെ അപ്പുറത്തെ കയ്യിൽ വരുന്നുണ്ട്. പക്ഷെ ആ പച്ച വരുവാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഞാൻ ചാടുന്ന ഫോട്ടോ എടുത്ത്. പിന്നെ ഒരു സെറ്റ് വണ്ടി ഉണ്ടായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് ഓടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇത് ഓടിച്ചു, നല്ല രസമുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ. ഗിയറെല്ലാം മാറ്റി ഏതാ വൈബില്ലേ, ഇതൊക്കെ നല്ല സെറ്റായിട്ട് എടുത്ത് കയറി. ഓണൊക്കെ അടിച്ചെല്ലാം പോയി, ലൈറ്റുകളിലൊക്കെ സെറ്റ് വൈബ് വരുന്നുണ്ട്. വണ്ടി എത്ര നല്ല സ്പീഡിലുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബൈ ബൈ.